സർ, നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയുടെ സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പ് കേസ് ഇനി ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കാൻ പോകുന്നത്. കൃഷ്ണകുമാറിനെതിരെ എടുത്ത കേസും ദിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾക്കെതിരായ കേസും ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. പോലീസ് പറയുന്നത് നിലവിൽ കേസ് അന്വേഷിക്കുന്ന മ്യൂസിയം പോലീസിന് ക്രമസമാധാന ചുമതലകൾ ധാരാളമുള്ളതിനാൽ ഈ കേസ് അന്വേഷിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ DGPക്ക് കൊടുത്ത റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നത്. സാറിന്റെ ഒരു അനുമാനത്തിൽ ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തിൽ മ്യൂസിയം പോലീസ് എപ്പോഴും എൻഗേജ്ഡ് ആണ്. ഇതുപോലെയുള്ള ചില കോംപ്ലിക്കേറ്റഡ് കേസുകളൊക്കെ അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കമ്മീഷണർ പറഞ്ഞ കറക്റ്റാണ്. ഏതായാലും അവിടെ നിന്ന് മാറി കിട്ടിയത് വലിയ ഭാഗ്യമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവിടുത്തെ പോലീസാണ് പ്രതികൾക്ക് അനുകൂലമായി ഒരു വാദി പ്രതിയാക്കി ഒരു കേസെടുത്തിരിക്കുന്നത്. അതിനോട് യോജിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഇല്ല, അങ്ങനെ ഒരു പ്രാക്ടീസും ഇല്ല, അത് നല്ലതുമല്ല. അപ്പൊ അത് വിവരക്കേടാണ് മ്യൂസിയം പോലീസ് കാണിച്ചത്. അതുകൊണ്ട് അത് കൊടുത്തത് വലിയ ഭാഗ്യം. സത്യസന്ധമായിട്ട് അന്വേഷിക്കട്ടെ. ഒരു DYSP റാങ്കിലുള്ള ആളായിരിക്കും അന്വേഷിക്കുന്നത്. അവർ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ്. ഇത് കല്ലും നെല്ലും രണ്ടായിട്ട് തിരിച്ചറിയണം. അത് ആദ്യത്തെ ആ കംപ്ലൈന്റ് നിയായ്ക്ക് 69 ലക്ഷം രൂപ നഷ്ടം വന്നു. അതിപ്പോ 63 എന്നൊക്കെ പറയുന്നുണ്ട്. നഷ്ടം വന്ന പണം അവർക്ക് തിരിച്ചു കിട്ടണം. അതിനാണ് അവർ പോലീസിൽ പരാതി കൊടുത്തത്. ആ പരാതിക്ക് അത് നള്ളിഫൈ ചെയ്യാൻ വേണ്ടി ഒരു കൗണ്ടർ കേസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരിക്കലും നല്ലതല്ല. അങ്ങനെ ഒരു പ്രാക്ടീസ് കേരള പോലീസിലില്ല, ഇന്ത്യയിൽ എങ്ങും ഇല്ല. അങ്ങനെ ചെയ്യുന്നത് അതിനകത്ത് കഴമ്പായ കാര്യങ്ങൾ ഉണ്ടാക്കി എടുക്കാം. പക്ഷെ പ്രതികൾ പറയുന്നത് അവര് പൈസ വന്നെങ്കിൽ തിരിച്ചവർക്ക് കൊടുത്തു എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയില്ലോ. അപ്പൊ അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് സത്യസന്ധമായിട്ട് എടുത്ത് അന്വേഷണം പൂർത്തിയാക്കി കഴിയുമ്പോൾ വാദിഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൗണ്ടർ എടുക്കാം, അന്നേരം വേണം എടുക്കാം, അല്ലെങ്കിൽ റെഫർ ചെയ്യാം, അല്ലെങ്കിൽ കേസ് ചാർജ് ഷീറ്റ് കൊടുക്കും. അല്ല അവർ പറയുന്നതിന് കഴമ്പുണ്ടോ? അവർ പറയുന്നതിന് ഒരു കഴമ്പുമില്ല. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരാണ്, പണം ഇവിടുന്ന് അടിച്ചു മാറ്റിയവരാണ്. അപ്പൊ ആ 3 പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് പോലീസിന് ഇന്നുവരെ എടുക്കാൻ പറ്റുന്നില്ല. അവരൊരു പരാതി കൊടുത്തു, അതിനൊരു FIR സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് കേസും എടുത്തു. പക്ഷെ അവരുടെ മൊഴി ആദ്യത്തെ കേസിന് എടുക്കാനേ പറ്റുന്നില്ല. പോലീസ് അവരുടെ വീടുകളിൽ ചെന്നപ്പോൾ അവിടുന്ന് മുങ്ങി. അവര് ഫോൺ ഇപ്പൊ സ്വിച്ച് ഓഫ് ആണ്. അവര് എവിടാണെന്ന് അറിയില്ല. അവരുടെ ഫ്രണ്ട്സിന്റെ വീടും ഒക്കെ ഇവര് പോയി റെയ്ഡ് നടത്തി നോക്കി, ഇല്ല. അവര് ഈ 69 ലക്ഷം രൂപ എടുത്തതിന് ഒരു സ്റ്റേറ്റ്മെന്റ് അവർ കൊടുക്കണം. ആ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ പോലീസിന് കഴിയുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഈ കേസ് സത്യസന്ധമായിട്ട് അന്വേഷിക്കുകയും നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് അന്വേഷിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ആ കേസ് ക്രൈംബ്രാഞ്ചിന് ട്രാൻസ്ഫർ ചെയ്ത് വളരെ നല്ല കാര്യം. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ 60 ലക്ഷത്തിലധികം രൂപ ഈ ജീവനക്കാരികളുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ കേസന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. സാറ് പറഞ്ഞു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് നല്ലതാണ്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്തരം ഒരു ചെറിയ കേസ് അങ്ങനെ ക്രൈംബ്രാഞ്ചിനെ കൈമാറണമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും സംശയിക്കണം? ഇല്ല, അതിനകത്ത് നിയമപരമായ വലിയൊരു ഫ്ലോ അവിടെ ഉണ്ടായി. ഒരാള് അയാളുടെ വസ്തു അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടി അല്ലെ അയാളുടെ ക്യാഷ് മോഷണം പോയെന്ന് പറഞ്ഞാൽ അത് ട്രൂ ആണ്. അതെല്ലാം പോലീസ് ആദ്യം പരിശോധിക്കണ്ടേ. അവസാനം പ്രതികൾ പറയുന്നതാണ്, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ പറയുന്നതല്ല കേൾക്കേണ്ടത്. അത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വളരെ റെയറായിട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതൊരു പ്രാക്ടീസ് പോലെ ഇപ്പോഴും ചെയ്യുന്നെന്ന് പറഞ്ഞാല് അതുകൊണ്ട് അത് മാറ്റിയത് വലിയ നല്ല കാര്യം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും ഇന്നലെ മുതൽ പുറത്തു വന്ന വാർത്ത ഈ കൃഷ്ണകുമാറിന് പിന്നാലെ ഈ പരാതിക്കാരികളും ഈ ഒരു കേസിൽ കൃത്യമായി അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമായിരിക്കും അങ്ങനെ പരാതിക്കാരികളും ഇങ്ങനെ എന്തെങ്കിലും ഈ കേസിൽ ചെറിയ ഗൗരവമുള്ള വിഷയങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് അത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? അല്ല, മുഖ്യമന്ത്രി ഓഫീസിന് കാര്യങ്ങൾ മനസ്സിലായി. കൃത്യമായിട്ട് അവിടെ റെപ്രസെന്റേഷൻ കൊടുത്തു. അദ്ദേഹത്തിന്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപ പോയെന്ന് പറഞ്ഞാൽ അതല്ലേ പോലീസ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ അത് മോട്ടിച്ചവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നയ, അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി ഓഫീസിൽ ഡയറക്ഷൻ പോയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം സത്യസന്ധമായിട്ട് അന്വേഷിക്കണം. അത് 69 ലക്ഷം രൂപ, 63 ലക്ഷം, 69 ലക്ഷം രൂപ പോയതിനെ പറ്റിയാണ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു കേസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എവിടുന്ന് വന്നു, ലോക്കൽ ആരെങ്കിലും ആണോ അതിന്റെ പിന്നിൽ, അതറിയണമല്ലോ. ആരാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഈ പ്രതികൾക്ക് വേണ്ടി കേസെടുക്കാമെന്ന് നിർബന്ധിച്ച് പോലീസിന്റെ അടുത്ത്? ആരാണ് അത്? ആ പ്രതികൾ തന്നെ പറഞ്ഞപ്പോൾ പോലീസ് എടുത്തതാണോ? അതേപ്പറ്റി അന്വേഷിക്കണം. അത് ക്രൈംബ്രാഞ്ചിനെ പറ്റുള്ളൂ. നമുക്കിപ്പോൾ അറിയാമല്ലോ, പേരൂർക്കടയിലൊരു സംഭവം,
അത് ക്രൈംബ്രാഞ്ചിലേക്ക് പോയില്ലേ? വെരുക്കുട പോലീസ് സ്റ്റേഷനിലെ ഒരു കേസുണ്ടായ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ ഒരു മോഷണ കേസ് എടുക്കുകയും യഥാർത്ഥത്തിൽ ആ തൊണ്ടി സാധനം എന്തോ ആയിക്കോട്ടെ ആ കംപ്ലൈന്റിന്റെ വീട്ടിൽ തന്നെ കണ്ടെടുക്കുകയും ചെയ്തു. ആ സ്ത്രീയുടെ വീട്ടിൽ പോയി അവരെ അവഹേളിച്ചു, അവരെ വീട് മുഴുവൻ പരിശോധിച്ചു, നാട്ടുകാർ മുഴുവൻ കള്ളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ഡാമേജ് ചെയ്ത സംഭവമുണ്ട്. അത് പോലീസിന് ഭാഗത്തുള്ള ആ ഭാഗത്തുള്ള തെറ്റുകൊണ്ടല്ലേ, പോലീസിനകത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ വരാൻ പാടില്ലല്ലോ പോലീസിന് അങ്ങനെ എടുത്തു ചാടി വരിക. ഇതിപ്പം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് ഇപ്പൊ ഈ ലൈനിലോട്ട് വന്നത്? അവിടെ പോലീസിന് തെറ്റിപ്പോയില്ലേ? എന്തുകൊണ്ടാണ് കൃഷ്ണകുമാറിന്റെ ആ കേസ് ആദ്യം മുതൽ കൃത്യമായിട്ട് അന്വേഷിച്ചത്? എന്നാൽ പിന്നെ രണ്ടാമത്തെ കേസ് എടുക്കേണ്ടി വരത്തില്ലായിരുന്നല്ലോ. അതിന് ഓരോ ന്യായീകരണങ്ങളൊക്കെ മ്യൂസിയം പോലീസ് പറയുന്നതുകൊണ്ട് അവിടുന്ന് മാറ്റിയത് നന്നായെന്ന് ഞാൻ പറയുന്നത്. അത് മാറ്റിയേ പറ്റുള്ളൂ. നല്ല ഡിസിഷനാണ് അത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ. കാരണം ഇപ്പം വരുന്ന വാർത്തകള് കൃഷ്ണകുമാറും മകളും മുൻകൂർ ജാമ്യത്തിന് പോയി. അത് നാളെ എങ്ങാണ്ട് വരികയാണ്. അപ്പൊ അവർക്കൊരു ഭയം ഉണ്ടാവില്ലേ? കാരണം അവർ കൊടുത്ത പരാതിക്കാരെ പ്രതിയാക്കി കേസെടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനോട് യോജിക്കാൻ പറ്റില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൃത്യമായ നടപടി ഉണ്ടാവണം. അത് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അവരന്വേഷിച്ചാൽ ഉണ്ടാവുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിൽ പോയത് നന്നായി. അവിടുന്ന് റിപ്പോർട്ട് വരണം. ക്രൈംബ്രാഞ്ച് ഇപ്പം പേരുക്കട കേസിനകത്ത് തന്നെ കണ്ടില്ലേ, അതിന്റെ അന്വേഷണത്തിൽ അവർക്കെതിരായിട്ട് നടപടി ഉണ്ടായി. അവിടുത്തെ 1-2 പേരെ സസ്പെൻഡ് ചെയ്ത് അവരെ ട്രാൻസ്ഫർ ചെയ്ത് SHOയ്ക്ക് എതിരായിട്ട് നടപടി വരുന്നു. വേണ്ടേ? അതേപോലെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. അപ്പൊ സ്ഥായിയായി ഇവർക്ക് എവിടെയോ ഒരു തെറ്റുപറ്റുകൾ അവരുടെ പഠനത്തിൽ ഉണ്ടായിരിക്കുന്ന മനസ്സിലാവുന്നത്. അവിടെയാണ് പ്രശ്നം. ഇതൊരു സെൻസേഷണലായ കേസാണ്. പക്ഷേ സാർ തന്നെ പല കേസുകളിലും പറഞ്ഞിട്ടുള്ളത് പോലീസ് അന്വേഷിച്ചാൽ നടപടിയാകില്ല, ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന്. അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചിലപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചിനെ വിടുകയാണ്, അത്രയും വിവാദമാകുമ്പോൾ. പക്ഷെ ഇവിടെ നേരെ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് തന്നെയാണ് വിട്ടിരിക്കുന്നത്. അങ്ങനെ അത്രത്തോളം പ്രാധാന്യമുണ്ടോ ഈ ഒരു കേസിന്? ഉണ്ട്. കാരണം ഇത് ഇന്ത്യയിൽ വളരെ റയറായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് പറയാമല്ലോ, നോർത്ത് ഇന്ത്യയിലെ ഹസ്ബൻഡും വൈഫിനെ കൊണ്ടുപോയിട്ട് ആ കേസ് ടെസ്റ്റ് ചെയ്ത് കണ്ടില്ലേ? അതിനകത്ത് ഭർത്താവിനെ കൊല്ലിച്ചത് ഭാര്യയാണ് മധുവത്ത് സമയത്ത്. അതേ സമയത്ത് അവളുടെ ഭാഗത്തുനിന്ന് ഈ മറ്റു ചില ആൾക്കാരാണ് കൊന്നതെന്ന് ഇവക്കില്ലാത്ത റോളില്ല എന്ന രീതിയിലുള്ള കേസെടുക്കാനുള്ള ശ്രമം അവിടെ നടന്നിരിക്കുന്നു. അതൊക്കെ തട്ടിമുട്ടി കളയണ്ടേ? അപ്പൊ അതിനിപ്പോ ഈ ലോക്കൽ പോലീസ് എന്തുകൊണ്ടാണ് കമ്മീഷണറുടെ കീഴിലുള്ള ഇങ്ങനെ അവിടെയാണ് പറയുന്നത്, കമ്മീഷണർ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് കൊടുത്തതിന് പുറത്തിലാണ് ഇപ്പം വന്നെങ്കിലും കമ്മീഷണറുടെ കീഴിൽ ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഉത്തരവാദിയല്ലേ? മ്യൂസിയം പോലീസിന് മാത്രമല്ല, അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന DYSP, അസിസ്റ്റന്റ് കമ്മീഷണറുണ്ട്, കമ്മീഷണറുണ്ട്, അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണറുണ്ട്, കമ്മീഷണറുണ്ട്. അവർക്ക് ഈ ഓരോ കേസും ചുമ്മാ അവിടെ ഇരുന്ന് ശമ്പളം വാങ്ങിച്ച് നോക്കൂല. ഓരോ പോലീസ് സ്റ്റേഷനില് ട്രിവാൻഡ്രത്ത് 10, 16, 18, 21 പോലീസ് സ്റ്റേഷനുണ്ട്. അത് ഡെയിലി അത് സൂപ്പർവൈസ് ചെയ്യണവര് സൂപ്പർവൈസിങ് ഓഫീസേഴ്സ് ആണ്. അപ്പൊ സൂപ്പർവൈസറി ലാപ്സസിനകത്ത് വന്നല്ലോ. അപ്പൊ അവരെ കൂടെ ഇതിനകത്ത് അവർക്കുള്ള മിസ്റ്റേക്ക് പറയാനല്ലോ. അല്ലെ അവരവിടെ ഇരുന്ന് അവർക്കൊന്നും ചെയ്യാതെ വിടുന്നത് ശരിയല്ല. ഇങ്ങനെയുള്ള സന്ദർഭത്തില് വാദിയായിട്ട് ഒരു കോഗ്നിസബിൾ ഒഫൻസ് റിപ്പോർട്ട് ചെയ്ത് ആ ചെയ്തതിനകത്ത് പ്രതിസ്ഥാനത്ത് വരുന്നവരുടെ മൊഴി വർത്തി കേസെടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായാല് നീതി കേരളത്തില് ഇന്ത്യയിൽ എങ്ങും നടക്കൂല. അങ്ങനല്ല അതുകൊണ്ട് അതിനൊക്കെ ഓരോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് പോലീസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവര് അതേ സമയത്ത് പഠിക്കാത്ത ഇരിക്കുന്നവന്മാരാണ് ഇങ്ങനെ കാണിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിനോട് യോജിക്കാൻ പറ്റില്ല. ക്രൈംബ്രാഞ്ച് വിട്ടത് നന്നായി. ഇനി ക്രൈംബ്രാഞ്ച് ഇതുപോലെ അഭ്യാസം കാണിച്ചാൽ CBIക്ക് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ നമുക്ക് സത്യം വിജയിക്കാൻ ഒക്കുള്ളൂ. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും? ക്രൈംബ്രാഞ്ച് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അത് ലോക്കൽ പോലീസ് ഇവരെ അന്വേഷിക്കില്ല. അത് കാരണം ഈ കുട്ടികൾ നേരത്തെ എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടോ? അന്വേഷിക്കണ്ടേ? ഇവരിവിടെ വന്ന ഉടനെ അവര് മറ്റേ കോഡിനകത്ത് കയറി അത് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി QR കോഡ് വരുത്തിയിട്ട് അത്ര എക്സ്പെർട്ടാണ് ഇവര്. അപ്പൊ നേരത്തെ എവിടെ ആയിരുന്നു ഇവർക്ക് ജോലിയാ? അത് അന്വേഷിക്കണ്ടേ? അല്ലെ ഇവിടുത്തെ കാര്യം മാത്രമല്ല, ഇവരുടെ പ്രീവിയസ് കോണ്ടാക്ട് നോക്കണം. എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? അവിടെ സമാന രീതി തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? ഇവർ ഇവിടെ വന്നിട്ട് അങ്ങ് തുടങ്ങുകയാണ്. എത്ര നിസ്സാര സംഖ്യയില്ല, 69 ലക്ഷം രൂപയാണ്. 3/4 കോടി രൂപയുടെ അടുത്ത് വരികയാണ്. 3 പെൺകുട്ടികളാണ് അത് എടുത്തിരിക്കുന്നത്. അപ്പൊ അവരുടെ പിന്നിൽ ആളുണ്ട്, കണ്ടെത്തണം. അത് ആ ആളിന്റെ ശക്തി കൊണ്ടാണ് കൗണ്ടർ കേസുകൾ എടുക്കാൻ കാരണം ഞാൻ പറയുന്നത്. അതുകൊണ്ട് അത് തന്നെയല്ല, അവര് ഒരു കൗണ്ടർ പറഞ്ഞല്ലോ, അവരെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു. അതിന്റെ ദൃശ്യങ്ങളെല്ലാം വെളിയിൽ വന്നല്ലോ. അപ്പൊ അപ്പൊ അങ്ങനെ പറയുന്ന മോട്ടിച്ചത് മാത്രമല്ല, അപ്പൊ അതിനുശേഷം അടുത്ത നമ്പറിലോട്ട് മറ്റേ മുതലാളിയെ കുരുക്കാനായിട്ട് അടുത്ത നമ്പർ ഇറക്കുകയാണ്. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? അതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ മ്യൂസിയം പോലീസിന്? അതൊക്കെ എന്തുകൊണ്ടാണ് അവർ അംഗീകരിക്കുന്നത്? അവർക്ക് തന്നെ പറയും, കള്ളന്മാരെല്ലാം പറയും ഞാനല്ലേ സാറേ എടുത്തത്. കള്ളന്മാരെല്ലാം പറയുന്ന ഞങ്ങളല്ലേ സാറേ. കൊന്നിട്ട് പറയും ഞാനല്ല വന്ന് മറ്റോ തങ്കപ്പനാ കൊന്നെന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കാതിരിക്കുന്നവരാണ്. സത്യസന്ധമായിട്ട് അന്വേഷിക്കുമ്പോൾ കറക്റ്റ് ട്രാക്ക് ആണെങ്കിൽ നമുക്ക് യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് അറിയാം. അതിനു പകരം പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിൽ
ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ പരാതിക്കാരൻ ഭീതിപ്പെട്ട് ഓടുന്ന ഒരു അവസ്ഥയിൽ അയാൾ മുൻകൂർ ജാമ്യത്തിന് ഓടുകയല്ലേ. അപ്പൊ അങ്ങനെ ആരെങ്കിലും പരാതി കൊടുക്കണോ? അതിനൊരു പോലീസ് സംവിധാനമാണോ ഇവിടെ ഉള്ളത്? നമ്മൾ പരാതി കൊടുക്കത്തില്ല. ഇങ്ങനെ പല സ്ഥലത്താകുമ്പോൾ ആൾക്കാർ പരാതിക്കേ വരത്തില്ല, കാരണം നീതി കിട്ടില്ലെന്നറിയാം. അതുകൊണ്ട് മുഖ്യമന്ത്രി ഓഫീസ് കൃത്യമായിട്ട് ഇടപെട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൊടുക്കാതെ, അത് ഞാൻ നേരത്തെ മുതൽ പറയുന്നത്, ഈ ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചേ ഉള്ളൂ. ഈ ജില്ലാ ക്രൈംബ്രാഞ്ച് ഒരു തട്ടിപ്പാണ്. അത് അവിടുത്തെ SP മാരും അവിടുത്തെ DIG മാരും അത് ക്രൈംബ്രാഞ്ചിന് വിട്ടുന്ന് യവന്മാരൊക്കെ വിളിച്ചു പറഞ്ഞത് വളരെ പുച്ഛത്തോടെ മാത്രമേ എനിക്കത് കാണാൻ പറ്റും. അങ്ങനെ പൊതുജനങ്ങളെ പറ്റിക്കരുത്. പൊതുജനങ്ങളുടെ അടുത്ത് കൃത്യം പറയണം, ജില്ലാ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഒരു ക്രൈംബ്രാഞ്ച് ഇല്ല. ക്രൈം ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു DYSP ഇതാണ്. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായി. ആരാണ് ഇത് തൊടുത്തു വിട്ടതെന്ന് ഞാൻ ചോദിക്കുന്നത്. അത് ആദ്യം ബാൻ ചെയ്യണം. ജില്ലാ ക്രൈംബ്രാഞ്ച് ആദ്യം ആ പൊസിഷനല്ല ബാൻ ചെയ്യല്ലേ. അത് എല്ലാവരും തെറ്റ്. ക്രൈംബ്രാഞ്ച് വിട്ടുന്ന ചില ആൾക്കാർ സന്തോഷത്തോടെ ക്രൈംബ്രാഞ്ച് അല്ല. ക്രൈംബ്രാഞ്ച് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് CBCID എന്നാണ് പറയുന്നത്. അവിടെയാണ് അയക്കുന്നത്. അതാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച്. അവിടെ ഒരു DGP ഉണ്ട്, ഒരു 2 ജില്ലയ്ക്ക് ഒരു SP ഉണ്ട് ക്രൈംബ്രാഞ്ചിൽ. അത് പ്രത്യേക സംവിധാനമാണ്. അപ്പൊ അവർക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് വെൽ എക്സ്പീരിയൻസ് DYSP റാങ്കിലുള്ളവരാണ് മിക്കവാറും കേസ് അന്വേഷിക്കുന്നത് അവിടെ. അപ്പൊ അത്രയും താഴേന്ന് കയറി വന്നവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അതിനു പകരം ജില്ലാ ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അത് ആദ്യം ബാൻ ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി ഓഫീസ് ശ്രദ്ധിക്കണം. അത് മേലെ അങ്ങനെ പറയരുത്. പോലീസ് മനുഷ്യനെ പറ്റിക്കുകയാണ്. എത്ര നാളുകൊണ്ട് പലരും എന്നെ കാണുമ്പോൾ പറയും, സാറേ ക്രൈംബ്രാഞ്ചിന് വിട്ടു. ഞാൻ പറയും, ഏത് ക്രൈംബ്രാഞ്ച്, എവിടാ ഓഫീസ്? അതൊക്കെ ചോദിക്കുമ്പോഴാണ് കമ്മീഷണർ ഓഫീസിൽ തന്നെ അപ്പുറത്തൊരു മുറി ഇരിക്കുന്ന ആളാണ് ഈ ജില്ലാ ക്രൈംബ്രാഞ്ച്. അത് പറ്റിക്കുന്നത് ശരിയല്ല. അത് ഇനിയെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നവര് DGP ആയാലും ശരി, ഹോം ഡിപ്പാർട്ട്മെന്റ് അത് മാറ്റണം. ജില്ലാ ക്രൈംബ്രാഞ്ചിനെ പ്രയോഗിക്കരുത്. ഇത് ആരാണ് ഇത് ഇറക്കിയതെന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കുന്നത് നല്ലതല്ല. ഓക്കെ. ഒപ്പം ചോദിക്കാനുള്ളത്, സാധാരണഗതിയിൽ ഏത് തരത്തിലുള്ള കേസുകളാണ് ഈ ക്രൈംബ്രാഞ്ചിന് വിടുക? ക്രൈംബ്രാഞ്ചിന് ഒബ്സ്ക്യൂർ ആയ കേസുകളാണ് സാധാരണഗതിയിൽ. ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് എത്താതിരിക്കുന്ന സന്ദർഭത്തിലാണ് ക്രൈംബ്രാഞ്ച് വരുന്നത്. അങ്ങനെ അത് സർക്കാർ നിശ്ചയിക്കാം. ഒരു ജില്ലയിലെ ഒരു പോലീസ് മേധാവിക്ക് അല്ലെങ്കിൽ ADGPക്ക് അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡറിലെ ADGPമാർക്ക് അത് നിശ്ചയിക്കാം. അത് ഇത്രയും ദിവസമായിട്ട് ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് ഇതുവരെ തെളിഞ്ഞില്ല, അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ, കാരണം ലോക്കലിലെ പോലീസ് അന്വേഷിക്കുമ്പോൾ ലോ ആൻഡ് ഓർഡർ മറ്റു പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ക്രൈംബ്രാഞ്ച് എന്ന ഈ കേസ് കൃത്യമായിട്ട് എത്ര ദിവസം വേണേൽ കണ്ടിന്യൂസ് ആയിട്ട് അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഇപ്പം തന്നെ അതിന് ഓരോന്നിനും ഓരോ ഡിസ്കസ്, നമുക്ക് ഓരോ കേസിന്റെ സ്വഭാവം കാണാൻ മനസ്സിലാവും. ഇങ്ങനെ തെളിയാതെ വരുന്ന മർഡർ കേസുകളൊക്കെ ഒരു ക്ലൂ ഇല്ല, 1 മാസം 2 മാസം അന്വേഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രോഗ്രസ് ഇല്ല, അന്നേരം ക്രൈംബ്രാഞ്ചിന് കൊടുക്കും. ഇപ്പം തന്നെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഒരു CBIക്ക് ഒരു കേസ് ട്രാൻസ്ഫർ ചെയ്തു. ലോക്കൽ പോലീസിന്റെ ഇരിക്കുന്ന കേസാണ്, പെട്ടെന്ന് അങ്ങ് CBIക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അതിനൊരു ഗ്രൗണ്ട് ഉണ്ട്. ഹൈക്കോടതി പറഞ്ഞത് പയ്യനെ കാണാതെ പോയി. അപ്പം കേസ് കൊടുത്തു, ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് 2 മാസമായിട്ട് ഒരു വിവരമില്ല. അവസാനം കംപ്ലൈന്റ് ആയി കഴിഞ്ഞപ്പം പോലീസ് ഒന്നുകൂടെ ഉണർവോടെ അന്വേഷിച്ചപ്പം ഈ പയ്യനെ UK ജോലിക്ക് പോയതാണ്. UK ജോലിക്ക് പോയിട്ട് വിളിച്ചുകൊണ്ടിരുന്നു വീട്ടില്. 5-6 മാസം കഴിഞ്ഞ് വിളി നിന്നു. അത് കഴിഞ്ഞ് ഇവര് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു വിളി വന്നു. അത് നേപ്പാളിൽ നിന്ന് വന്നു. അത് ഇവിടുത്തെ ലോക്കൽ പോലീസ് അന്വേഷിക്കാൻ പറ്റും. നേപ്പാളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അത് ഇപ്പം എന്തായാലും ആ ലോക്കൽ പോലീസ് ചങ്ങരംകുളം പോലീസ് ആണെന്ന് തോന്നുന്നു. അവർ കുറച്ച് അവിടുത്തെ DYSP ആരെങ്കിലും ഇടപെട്ടിട്ട് നേപ്പാളിൽ നിന്ന് എങ്ങോട്ട് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ ഹൈദരാബാദിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് അയാൾ മൊബൈൽ വെച്ചിരിക്കുന്ന ആരും. അവിടുന്ന് പിന്നീട് അടുത്ത് ബംഗാളിൽ വന്നിരിക്കുന്നു. കൽക്കട്ടയിൽ ഒരു ഫോൺ വന്നിരിക്കും. പിന്നെയില്ല. ഇത് ലോക്കൽ പോലീസ് അന്വേഷിക്കാൻ പറ്റുമോ? ഇത് ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ പറ്റുമോ? ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റിലേ ഉള്ളൂ. ഹൈക്കോടതി കൃത്യം ഇടപെട്ടു, CBIക്ക് കൊടുത്തു. അതല്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മാനദണ്ഡം. ഞാൻ ഇത് പറയാൻ കാരണം അതിന്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് അങ്ങനെയാണ്. അത് ഓരോന്നിനും അത് ഹൈക്കോടതിക്ക് അറിയാം, സീനിയർ ഓഫീസേഴ്സിനും അറിയാതെ. അല്ലാതെ ഇവിടെ പെട്ടെന്ന് ക്രൈംബ്രാഞ്ച് വിട്ടത് നന്നായി. കാരണം ലോക്കൽ പോലീസിന്റെ ജില്ലാ ക്രൈംബ്രാഞ്ചുകാരനാണെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് എഴുതുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വിട്ടത് വളരെ നന്നായി.